അപ്പോൾ നമ്മൾ കഴിഞ്ഞ എപ്പിസോഡിൽ അമീർ സാറ് വളരെ ഉപകാരപ്രദമായൊരു വിവരം തന്നത് വെളിച്ചെണ്ണയെക്കുറിച്ചാണ് സംസാരിച്ചത്. അതോടൊപ്പം ഭക്ഷ്യയോഗ്യമായ 4 എണ്ണകൾ: 1 വെളിച്ചെണ്ണ, 2 കടുകെണ്ണ, 3 എള്ളെണ്ണ, കടലെണ്ണ. ഇത് 4ഉമാണ് ശരിക്കും ഭക്ഷ്യയോഗ്യമായ എണ്ണകൾ. പക്ഷേ നമ്മളെ മാർക്കറ്റിൽ നമ്മൾ ഉപയോഗിക്കുന്ന, എനിക്ക് തോന്നുന്നു വെളിച്ചെണ്ണക്കാളും ഉപയോഗിക്കുന്നത് പാം ഓയിലുണ്ട്, സൺഫ്ലവർ ഓയിലുണ്ട്, ഇങ്ങനെ ഒരുപാട് സാധനങ്ങൾ നമ്മൾ വെളിച്ചെണ്ണയ്ക്ക് പകരം അല്ലെങ്കിൽ വെളിച്ചെണ്ണയെക്കാളും വില കുറവാന്ന് പറഞ്ഞ് നമ്മൾ ഉപയോഗിക്കുന്നുണ്ട്. അതിനെക്കുറിച്ചായിരിക്കട്ടെ ഈ പ്രാവശ്യത്തെ ഭക്ഷ്യയോഗ്യമായത് എന്ന് പറയുന്നത് നമ്മൾ നിയമവിധേയമായ കാര്യങ്ങളാണ്. ഭക്ഷ്യയോഗ്യമാണ് എല്ലാ എണ്ണയും. നേരിട്ട് ഉപയോഗിക്കാൻ പറ്റുന്ന എണ്ണകൾ ഈ 4 എണ്ണ മാത്രമാണ്. കൺവെൻഷണൽ ഓയിൽ, അതായത് പരമ്പരാഗത എണ്ണ എന്ന് പറഞ്ഞാൽ ഈ 4 എണ്ണമാണ്. വെളിച്ചെണ്ണ തന്നെയും റിഫൈൻ ചെയ്ത് വരുന്നുണ്ട്. പിന്നെ ബാക്കിയുള്ള ഓയിലുകളൊക്കെ അതിൻ്റെ തനതായ രൂപത്തിൽ ആദ്യം പിഴിഞ്ഞെടുത്ത് കഴിയുമ്പോൾ അതിന് നമുക്ക് ഉപയോഗിക്കാൻ പറ്റാത്ത തീരത്തിലുള്ള സ്മെല്ലായിരിക്കും, കളറായിരിക്കും. അതിനെ മാറ്റി ഒരു ഭക്ഷ്യയോഗ്യമാക്കിയാണ് കൊണ്ടുവരുന്നത്. നമുക്കറിയാം റബ്ബറിൻ്റെ കുരുവുണ്ട്. അതിൽ നിന്നിപ്പം പണ്ട് അത് വിഷമാണെന്ന് പറഞ്ഞു, ഇപ്പം ഡേഞ്ചർ. റബ്ബർ കുരു എണ്ണ നല്ല എണ്ണയാണ്, ഉപയോഗിക്കുന്നുണ്ട്. എന്തിനുപയോഗിക്കുന്നു? ഭക്ഷ്യ എണ്ണയായിട്ട് ഉപയോഗിക്കുന്നുണ്ട്. ഒക്കെ മാറ്റിയെടുക്കാം, കാരണം റിഫൈൻ ചെയ്ത് കൊണ്ട് മാറ്റിയെടുക്കാം. കോട്ടൺ സീഡ് ഓയിൽ, അങ്ങനെ എന്ത് സീഡിൽ നിന്ന് ഓയിൽ കിട്ടുന്നതും നമുക്ക് എന്ത് ചെയ്യാം, റിഫൈൻ ചെയ്ത് ബ്ലീച്ച് ചെയ്ത് ഡിയോഡറൈസ് ചെയ്ത് മാറ്റിയെടുത്ത് നമുക്ക് എന്ത് ചെയ്യാം, എണ്ണ എന്ന് പറഞ്ഞു ഉപയോഗിക്കാം. കാരണം നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഇന്ത്യയിൽ 18 ദശലക്ഷം മെട്രിക് ടൺ എണ്ണയാണ് ഉപയോഗിക്കുന്നത്. ചില സമയത്ത് 21 ദശലക്ഷം മെട്രിക് ടൺ എണ്ണയാണ് ഇന്ത്യയുടെ ആവശ്യമെന്നായിട്ടാണ്. 21 ദശലക്ഷം മെട്രിക് ടൺ. അത്രയും വലിയ ക്വാണ്ടിറ്റി വരും. അപ്പോൾ ഈ ഇത്രയും എണ്ണ ഉപയോഗിക്കുമ്പോൾ ഈ എണ്ണയുടെ വിപണി എന്ന് പറയുന്നത് പെട്രോളിയം വിപണിയെ കടത്തിവെട്ടുന്ന എണ്ണയുടെ വിപണിയാണ് ഈ ഭക്ഷ്യ എണ്ണയുടെ വിപണി. അതുകൊണ്ടാണ് വൻകിട കമ്പനിക്കാർ ഈ മേഖലയിലേക്ക് കടന്നു വരുന്നത്. ഭക്ഷ്യ എണ്ണ ഒരു സെൻസിറ്റീവ് പ്രൊഡക്റ്റാണ്. അതിന് വില കൂടി കഴിഞ്ഞാൽ തെറ്റിക്കുന്നു. നമ്മൾ മനസ്സിലാക്കേണ്ടത് അരിയേക്കാൾ കൂടുതൽ ഭക്ഷ്യ എണ്ണയ്ക്കാണ് ആൾക്കാർ വില കൂടുതൽ ബഡ്ജറ്റ് കൊടുക്കുന്നത്. നമ്മളിപ്പം 10 കിലോ അരി വാങ്ങുന്നു. 10 കിലോ അരിക്ക് 250 മുതൽ 400 രൂപ വരെ ആയിരിക്കും അരി. 10 കിലോ അരി ഉണ്ടെങ്കിൽ ഒരു വീട്ടിൽ സൂക്ഷിക്കാം. പക്ഷേ ആ രംഗത്താണ് 4 മുതൽ 5 കിലോ വെളിച്ചെണ്ണയും ഒക്കെ വാങ്ങുന്നത് ഒരു മാസം. ശരാശരി കുടുംബത്തിന് ഒരു 5 ലിറ്ററിൻ്റെ അടുത്ത് വേണം. 5 ലിറ്റർ അടുത്ത് വെളിച്ചെണ്ണ വാങ്ങുന്നത്. അതിൻ്റെ വില വരുമ്പോഴത്തേക്ക് ചിലപ്പം 1000 രൂപ വരെ വരും. 1000-1000 മേലെ വില വരുന്നുണ്ട്. അപ്പം ഈ ഒരു മേഖല എന്ന് പറയുന്നത് വലിയ ലാഭം ഉണ്ടാക്കാൻ പറ്റുന്നൊരു മേഖല കൂടിയാണ്. ഈ ഇന്ത്യയിലെ ഭക്ഷ്യെണ്ണ ഉപഭോഗത്തിനനുസരിച്ച് ഭക്ഷ്യെണ്ണയുടെ ഉൽപ്പാദനം കുറവായതിനാൽ വിദേശത്തു നിന്നുള്ള ഇറക്കുമതിയാണ് പ്രധാനമായും. അതാണ് ഈ പാം ഓയിലിനും ഇതൊക്കെ മലേഷ്യയിൽ നിന്നും. അപ്പം കേരളത്തിലെ വെളിച്ചെണ്ണയോട് അടുത്തിരിക്കുന്ന ഒരു എണ്ണ എന്നുള്ള രീതിയിലാണ് പാം ഓയിൽ വന്നത്. ഈ പാം ഓയിൽ ഇവിടെ നിന്നാണ്, ഈ എണ്ണപ്പനയുടെ ഏത് ഭാഗത്തു നിന്നാണ് പാം ഓയിൽ ഉണ്ടാക്കുന്നത്? അതൊരു ഡൗട്ട് ഉണ്ട്. സാറ് പറഞ്ഞു പാം കർൺ ഓയിൽ അതുണ്ടാക്കുന്നതും പാം ഓയിൽ നിന്നാണ്, പാം ഓയിൽ ഉണ്ടാക്കുന്നതും പാം ഓയിൽ നിന്നാണ്. ഞാനൊക്കെ ചിലപ്പോൾ പറയാം പാം ഓയിൽ നിന്നാണ്. അങ്ങനെ ഒരു വിഷയം കൂടി ഉണ്ട് അതിൽ. ഒന്നായിട്ട് നമ്മളത് അതൊന്ന് വിശദീകരിക്കുന്നതല്ലാണ്. അതായത് എണ്ണപ്പന നമ്മളെ എണ്ണപ്പനയ്ക്ക് പാമ്പ് കണ്ടാനുണ്ടാകും, അത് വേറെ കാര്യം. ചെറിയ സാധനം ഞാൻ കണ്ടിട്ടുണ്ട്, അതുകൊണ്ടാണ് അത് പറയുന്നത്. അത് കണ്ടത്. പക്ഷേ ഈ അതിന് പ്രോസസ്സിങ്ങിൽ അതിൽ അരിഞ്ഞു പോകും. എന്തായാലും അല്ല, അതിപ്പം എന്താ പോയാലും അത് റിഫൈൻ ചെയ്ത് വരുമ്പോൾ എല്ലാം മാറ്റിയെടുത്ത് പോകുമല്ലോ. എണ്ണപ്പനയുടെ കുരുവിൻ്റെ, നമുക്കറിയാം എണ്ണപ്പനയുടെ കുരു, അതിൻ്റെ തൊണ്ടിൽ നിന്നാണ് പാം ഓയിൽ ഉണ്ടാക്കുന്നത്. അതൊരു തൊണ്ടിൽ നിന്നാണ്. കൊപ്പരയെന്നല്ല, തൊണ്ട് പിഴിഞ്ഞെടുത്തിട്ടാണ് പാം ഓയിൽ ഉണ്ടാക്കുന്നത്. അതുകൊണ്ടാണ് ഇത് പറിച്ചെടുത്ത് ചകിരി ഇത്ര സമയം കൊണ്ട് പ്രോസസ്സ് ചെയ്യണമെന്ന് പറഞ്ഞില്ലേ? അങ്ങനെ ഉണ്ടല്ലോ അല്ലേ? അപ്പോൾ അത് മെക്കാനിക്കൽ പ്രോസസ്സിംഗ് ആണ്. നമുക്ക് കണ്ടറിയാം, വെട്ടി ഇട്ട് അത് പോയി പിന്നെ പിഴിഞ്ഞ് പോവാൻ. ആ പാം ഓയിലിൻ്റെ രൂപം അത് കിട്ടുന്ന സമയത്ത് ഭയങ്കര കറുപ്പായിരിക്കും, ഭയങ്കര അതിരൂക്ഷമായിട്ടുള്ള ഗന്ധമായിരിക്കും. അതിനെ കൊണ്ടുവന്നിട്ട് റിഫൈൻ ചെയ്ത്, കെമിക്കലി റിഫൈൻ ചെയ്തിട്ട് മണം മാറ്റാൻ വേണ്ടി ഡിയോഡറൈസ് ചെയ്ത് വെളുപ്പിക്കാൻ വേണ്ടി ബ്ലീച്ച് ചെയ്തിട്ടാണ് പാം ഓയിലായി വരുന്നത്. നമ്മൾ ഉപയോഗിക്കുക നമ്മുടെ കൈ കിട്ടുന്ന പാം ഓയിൽ. ഇത് കുറച്ചുകൂടെ നേർമ്മിച്ച് വരുമ്പോഴാണ് അത് പാം ഓയിലിനായി മാറുന്നത്. കുറച്ചുകൂടെ ഒന്നുകൂടെ
റിഫൈൻ ചെയ്തൊന്ന് തിക്നെസ് കുറച്ച് വരുമ്പോൾ അത് പാം ഓയിലായി മാറും. അപ്പോൾ ഈ പാം ഓയിലാണ് ഏറ്റവും കൂടുതൽ നമ്മൾ ഇപ്പം ഉപയോഗിക്കുന്നത്. പക്ഷേ ഈ പാം ഓയിലും വെളിച്ചെണ്ണയും തമ്മിൽ മിക്സ് ചെയ്യാൻ പറ്റില്ല, കാരണം പറഞ്ഞ് പൊട്ടിത്തെറിക്കും, പറഞ്ഞു വരും. അതുകൊണ്ട് ഇത് തമ്മിൽ മിക്സിങ് ആകത്തില്ല. അതുകൊണ്ടാണ് പാം ഓയിലിൻ്റെ അകത്തേക്ക് വെളിച്ചെണ്ണയ്ക്കകത്തേക്ക് പാം ഓയിൽ ചേർക്കാൻ പ്രയാസം. എന്നാൽ പാം കർണൽ ഓയിൽ അതിൻ്റെ കൊപ്രയാണ്, അത് കുറച്ചുകൂടെ ഞാൻ പറയുന്നു സേഫാണ്. കാരണം അതിൻ്റെ എന്താണ് കൊപ്രയിൽ നിന്ന് പിഴിഞ്ഞെടുക്കുന്നതാണ്. പക്ഷെ എന്നാൽ ഇവിടെ വളരെ ചെറിയ കൊപ്രയാണല്ലോ, ഒരു അടക്കയുടെ അത്രയല്ലേ ഉണ്ടാവുള്ളൂ. അപ്പോൾ അതിൽ നിന്ന് വരുന്ന എണ്ണ ഇപ്പം റിഫൈൻ ചെയ്ത് തന്നെയാണ് കൊണ്ടുവരുന്നത്. ഡിയോഡറൈസ് ചെയ്യേണ്ട കാര്യമൊന്നുമില്ല, കാരണം റിഫൈൻ ചെയ്ത് കൊണ്ടുവരുന്നുണ്ട്. റിഫൈൻഡ് കോക്കനട്ട് ഓയിൽ പോലെ റിഫൈൻ ചെയ്താണ് പാം കർണൽ ഓയിൽ ചെയ്തത്. ഇതാണ് ഞാൻ നേരത്തെ പറഞ്ഞാൽ വെളിച്ചെണ്ണയിൽ ചേർക്കുന്നതൊക്കെ. മാർക്കറ്റിൽ വന്ന വലിയൊരു ഇതാണ് തവിടെണ്ണ. അതിന് പല ഗുണങ്ങളുണ്ട്, കൊളസ്ട്രോൾ ഉണ്ടാവില്ല, അതുണ്ടാവില്ല, എന്നൊക്കെ പറയുന്നുണ്ട്. പക്ഷേ ഞാൻ ചിന്തിച്ചത് തവിടുന്ന് ഇത്ര അധികം എങ്ങനെ എണ്ണ കിട്ടും, എത്ര ക്വാണ്ടിറ്റിയാണ് വരുന്നതെന്ന് അറിയാം. ഇപ്പോൾ ഒരു കാലത്ത് നമ്മുടെ നാട്ടിലൊക്കെ എല്ലാവരും ഉപയോഗിച്ചു തവിടെണ്ണ എന്ന് പറഞ്ഞാൽ കൊളസ്ട്രോൾ ഉണ്ടാവില്ല, അതിന് ഗുണങ്ങളുണ്ടോ എന്നുള്ളത് സാറ് പറയും. അപ്പോൾ അതിന് മാത്രം തവിടെണ്ണ കിട്ടുമോ, ഈ തവിടുന്ന് കിട്ടുമോ? അല്ല, തവിടിൽ ഒരു 4 മുതൽ 6% വരെ ഓയിലുണ്ട്. സാധാരണ നമ്മളിവിടെ കിട്ടുന്ന അരിയുടെ തവിടിൽ നിന്ന്. അപ്പോൾ തവിടിൻ്റെ അകത്ത് ഓയിലുണ്ട്. എന്നാൽ വടക്കേ ഇന്ത്യയിലെ ബാസ്മതി റൈസിൻ്റെയൊക്കെ തവിടിൽ 10 മുതൽ 14% വരെ ഓയിലുണ്ട്. അപ്പോൾ ഓരോ ഫാക്ടറിയിൽ നമ്മൾ പോകുമ്പോൾ അവിടെ ഉള്ള തവിടിൻ്റെ ക്വാണ്ടിറ്റി നമുക്ക് കാണാൻ പറ്റും. അപ്പോൾ ഇത് കളക്ട് ചെയ്ത് റൈസ് ബ്രാൻ ഓയിൽ ഉണ്ടാക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ നമ്മുടെ കേരളത്തിൽ 3-4 ഫാക്ടറി ഉണ്ടായിരുന്നു. പക്ഷേ ഇവിടെ തവിട് ഇവിടെ കൊണ്ടുവന്ന് എണ്ണയാക്കി കൊണ്ടുപോകുന്നതൊക്കെ മുതലാകത്തില്ല എന്നുള്ളത് കൊണ്ടാണ് ഇവിടുന്ന് പോയത്. എന്നാലും ആന്ധ്രയിലൊക്കെ ധാരാളം ഫാക്ടറികൾ തവിടെണ്ണ ഉണ്ടാക്കുന്നുണ്ട്. കാരണം തവിടെണ്ണയ്ക്ക് ഡിമാൻഡ് വന്നു. ആദ്യം തവിടെണ്ണ ഉണ്ടാക്കിയത് എന്തിനു വേണ്ടിയാണ്? പോളിഷ് ചെയ്യാൻ വേണ്ടിയാണ്. അതായത് നമ്മൾ ചെങ്കലില്ലേ, ചെങ്കലിൻ്റെ മുകളിൽ പോളിഷ് ചെയ്യാൻ വേണ്ടിയാണ് ആദ്യം തവിടെണ്ണ നമ്മൾ ഉപയോഗിച്ചത്. ശരി. തവിടിന് നല്ല ഗുണമുണ്ട്, ഈ പറഞ്ഞ ഗുണങ്ങളൊക്കെ ഉണ്ട്, എല്ലാം ഉണ്ട്. പക്ഷേ നല്ല തവിടായിരിക്കണം. എന്നാൽ തവിടെണ്ണയിലേക്ക് പോകുമ്പോൾ തവിടിൻ്റെ ഗുണം തവിടെണ്ണ ഉണ്ടാകണമെന്നില്ല. കാരണം ഒന്ന്, ഈ തവിടിൻ്റെ സോഴ്സ് എന്താണ്? വടക്കേ ഇന്ത്യയിൽ നമ്മൾ പോകുമ്പോൾ ഏറ്റവും കൂടുതൽ മരുന്നടിക്ക് പെസ്റ്റിസൈഡ്സ് കൊടുക്കുന്നത് നെല്ലിനാണ്. ആ നെല്ലിൻ്റെ തവിടാണ് എടുക്കുന്നത്. അപ്പോൾ അതിനൊരു പെസ്റ്റിസൈഡ് റെസിഡ്യൂവിൻ്റെ അംശം മിക്കവാറും തവിടെണ്ണയിലൊക്കെ ഉണ്ടാവും. അത് വലിയൊരു പ്രോബ്ലമായിട്ട് വരുന്നുണ്ട്, വളരെ ചെറിയ അംശത്തിലാണ്. അതായത് കൊപ്പറിനേക്കാളും വെളിച്ചെണ്ണേക്കാളും കൂടുതലുണ്ടാവും എന്നർത്ഥം. രണ്ടാമത്, ഈ തവിട് റിഫൈൻ ചെയ്യുന്ന പ്രോസസ്സാണ്. ഹെക്സീനൊക്കെ ഇട്ട് അത് റിഫൈനിങ് പ്രോസസ്സിലേക്ക് പോകുമ്പോൾ കെമിക്കൽ ഉപയോഗിച്ചിട്ടാണ് റിഫൈൻ ചെയ്യുന്നത്. ഫിസിക്കലി റിഫൈൻഡ് എന്നൊക്കെ പറഞ്ഞാലും നമുക്കറിയാം, അങ്ങനെ പറഞ്ഞു വരുന്നുണ്ട്. അത്രയും അത് വളരെ ഡിഫിക്കൽട്ടാണ്, വളരെ കുറച്ച് ക്വാണ്ടിറ്റി നമുക്ക് എടുക്കാൻ പറ്റുള്ളൂ. അപ്പോൾ റിഫൈനിങ് ഒക്കെ കെമിക്കലാണ്. തവിടെണ്ണയുടെ കളർ എന്താണ് നിങ്ങൾ കാണുന്നത്? കറുത്ത കളറാണ് ഏകദേശം. തവിടിൻ്റെ ബ്രൗണിൻ്റെ അല്ല, തവിടെണ്ണ ആദ്യം വരുമ്പോൾ ഏതാണ്ട് ഒരു ബ്രൗണിഷ് കഴിഞ്ഞൊരു കോഫി പൗഡറിൻ്റെ കളറിനപ്പുറത്ത് അതിനെ പല രംഗത്തിലും റിഫൈൻ ചെയ്താണ് നമുക്ക് എന്ത് ചെയ്യുന്നത്, ഇപ്പോഴത്തെ തവിടെണ്ണയുടെ കളറിലേക്ക് കൊണ്ടുവരുന്നത്. പിന്നെ ഈ തവിടെണ്ണയിൽ തവിടിൻ്റേതായ കണ്ടൻറ്റുകളാണ് ഇതിനകത്തുള്ളത്. ആ കണ്ടൻറ്റുകളൊക്കെ ഓക്കെയാണ്. പക്ഷേ ഇത് ഭക്ഷ്യയോഗ്യമാക്കി കൊണ്ടുവന്നതാണ്. ആരും തവിടെണ്ണ അതിൻ്റെ മഹത്വവൽക്കരണം നമ്മൾ പറയുന്ന പോലെ എന്താണ് അതിൻ്റെ വൈറ്റമിനും മറ്റേതും ഒക്കെ നോക്കി നമ്മൾ കഴിക്കണ്ട. റൈസ് ബ്രാൻ ഓയിൽ ആസ് എ മീഡിയം ഓഫ് കുക്കിംഗ് ആയിട്ട് നമുക്ക് എന്ത് ചെയ്യാം, ഉപയോഗിക്കാം. അതുതന്നെയാണ് സൺഫ്ലവർ ഓയിലിന് പറയാനുള്ളത്. സൺഫ്ലവർ ഓയിലും ഇതുപോലെ തന്നെ പൂവിൽ നിന്ന് എടുത്ത് റിഫൈൻ ചെയ്ത് കൊണ്ടുവരുന്നതാണ്. റിഫൈൻ ചെയ്യാതെ സൺഫ്ലവർ കൊണ്ടുവരുന്നുണ്ടായിരുന്നു കുറച്ചൊക്കെ, മൈസൂരിൽ നിന്നൊക്കെ നേരത്തെ വരുന്നുണ്ടായിരുന്നു. പക്ഷേ ഇപ്പം വിദേശത്ത് വരുന്നതാണ്. മെയിൻലി ഉക്രൈനായിരുന്നു അതിൻ്റെ സോഴ്സ്. അതെല്ലാം റിഫൈൻഡാണ്, റിഫൈൻ ചെയ്ത് കൊണ്ടുവരുന്ന ഓയിൽ. അതിലൊരു സംശയമുണ്ട് സാർ. നമ്മൾ ഈ പാം ഓയിലിൻ്റെ അല്ല എന്താ പറയുക, പിന്നെ സൺഫ്ലവർ ഓയിൽ, ഈ സൺഫ്ലവറിൻ്റെ വിത്തിന് കിലോക്ക് എത്ര വിലയുണ്ട് മാർക്കറ്റിൽ? ഒരു ആവറേജ് സൺഫ്ലവറിൻ്റെ വിത്തിന് ആവറേജ് 30 രൂപ വിലയാണ്. അത്രേ ഉള്ളൂ മാർക്കറ്റ് വരുമ്പോൾ. നമ്മളിവിടെ കിട്ടുമ്പോൾ 100 രൂപ എന്നൊക്കെ പറയാം, 100 രൂപയുടെ ഒക്കെ മേലെ വരുന്നുണ്ട്. പക്ഷേ എന്നാലും 30 രൂപയാണ് ആവറേജ് ഉള്ളത്. ഞാൻ പഠിച്ചത് അത് ശരിയാണെന്ന് അറിയില്ല, എനിക്ക് തോന്നുന്നത് 7-8 കിലോ സൺഫ്ലവറിൻ്റെ വിത്ത് ആട്ടിയാലാണ്
1 ലിറ്റർ വെളിച്ചെണ്ണ കിട്ടാൻ 3-3.5 കിലോ ഉണ്ടെങ്കിൽ 1 കിലോ വെളിച്ചെണ്ണ ഉണ്ടാവും. അപ്പോഴും ചിലവ് എത്രയായെന്ന് കണക്ക് കൂട്ടാം. ഇല്ല, കിട്ടത്തില്ല. അതായത് പറഞ്ഞത് 180 രൂപയെങ്കിലും സൺഫ്ലവറിന് വില വേണം. മാനുഫാക്ചറിങ് കോസ്റ്റ് വരും. പക്ഷേ അവിടെയാണ് ഇത് എങ്ങനെ വിൽക്കണം എന്നുള്ളത് നോക്കാം. ഇത് വിൽക്കുന്നത് എങ്ങനെയാണെന്ന് പറഞ്ഞാൽ, വിദേശത്ത് സൺഫ്ലവർ ഓയിൽ ഒരു കോസ്റ്റ്ലെസ് ആയിട്ടുള്ള ഉൽപ്പന്നമാണ്. പ്രത്യേകിച്ച് ഉക്രൈൻ പ്രദേശങ്ങളിൽ കൃഷി ചെയ്ത് നിർത്തിയിരിക്കുകയാണ്. അപ്പം വിദേശത്തുള്ള സൺഫ്ലവർ ഓയിൽ ഉൽപ്പാദനവും അതിൻ്റെ ഹാർവെസ്റ്റിങ്ങും അതിൻ്റെ പ്രോസസ്സിങ്ങും എല്ലാം മെക്കാനിക്കലാണ്. ആയിരക്കണക്കിന് ഹെക്ടറുകളാണ് എന്ത് ചെയ്യുന്നത്, ഈ പ്രോസസ്സ് നടക്കുന്നത്. ഉക്രൈനിലാണ് വേൾഡിൽ ഏറ്റവും കൂടുതൽ സൺഫ്ലവർ ഏറ്റവും കൂടുതൽ സൺഫ്ലവർ ഉൽപ്പാദിപ്പിക്കുന്നത് സൺഫ്ലവർ ഓയിലുള്ളതും ഉക്രൈനിലാണ്. ഇപ്പോൾ യുദ്ധം സമാനമായ പ്രശ്നമുണ്ടെങ്കിൽ അവിടെ സൺഫ്ലവർ ഓയിൽ വരുന്നുണ്ട്. ഇന്ന് നമുക്കൊരു കാര്യം മനസ്സിലാക്കണം, ഈ സൺഫ്ലവർ ഓയിലിൻ്റെ നല്ലൊരു ശതമാനവും കൊണ്ടുവരുന്ന ആരാണ്? അഡാനിയാണ്. ഫോർച്യൂൺ വായിക്കുന്നത് അഡാനിയാണ് സൺഫ്ലവറിൻ്റെ ഇന്ത്യയിലെ കുത്തക. വേറെ കാര്യം, നരേന്ദ്രമോദി പ്രധാനമന്ത്രി ആയി കഴിഞ്ഞപ്പോൾ ആദ്യത്തെ യാത്ര, വിദേശയാത്ര നടത്തിയത് ഉക്രൈനിലേക്കാണ്. അന്നൊരു അഭിപ്രായം, അന്ന് കൂടെ അദാനി യാത്ര ചെയ്തിരുന്നു. അദാനിയും ഒരു 30 വ്യവസായികളെന്നുള്ളതിൽ പ്രധാനമായിട്ട് അദാനിയാണ് അടുത്താണ് ഉക്രൈനിലേക്ക് പോയത്. 4 സംസ്ഥാനങ്ങളിലെ ഉക്രൈനിലെ 4 സംസ്ഥാനങ്ങളിലെ പ്രോസസ്സിങ് ഓഫ് അതിൻ്റെ എല്ലാം അവരോട്ട് എഗ്രിമെൻറ്റ് നടത്തിയിരുന്നു. അവിടെ നിന്നാണ് കംപ്ലീറ്റ് സൺഫ്ലവർ ഓയിൽ, അതെങ്ങനെ ക്രൂഡ് സൺഫ്ലവർ ഓയിൽ ആദ്യത്തെ പിടിച്ച് കഴിഞ്ഞ് ക്രൂഡ് സൺഫ്ലവർ ഓയിൽ നേരെ കൊണ്ടുവരുന്നതും ഗുജറാത്തിലെ റിഫൈനറിലേക്ക് കൊണ്ടുവന്ന് റിഫൈൻ ചെയ്ത് വിൽക്കുന്നത്. അപ്പോൾ അവിടെ എന്ത് സംഭവിക്കാം, വില കുറച്ച് കൊടുക്കാം. കാരണം 10 രൂപ താഴെ അവർക്ക് കോസ്റ്റ് വരത്തുള്ളൂ 1 കിലോ. അപ്പം 30, 40, 50 രൂപയ്ക്ക് കോസ്റ്റ് അവിടെ കിട്ടുമ്പോൾ അതിവിടെ കൊണ്ടുവരുമ്പോൾ അതിൻ്റെ ഒരു കോസ്റ്റ് ഉണ്ടാവും. അപ്പോൾ ഇവിടുത്തെ കോസ്റ്റുമായി പ്രൊഡക്ഷനുമായിട്ട് നമുക്ക് കമ്പയർ ചെയ്യുമ്പോൾ വളരെ താഴെയാണ്. അതുകൊണ്ടാണ് വില കുറച്ച് ഇവിടെ വിൽക്കാൻ സാധിക്കുന്നത്. ഞാൻ പറഞ്ഞത്, എല്ലാ കുത്തക കമ്പനിക്കാരും ഭക്ഷ്യ എണ്ണയിലേക്ക് കയറിയാണ് കളിക്കുന്നത്. ഏറ്റവും ലാഭമുള്ളത് അവിടെ സംഭവിക്കുന്ന വേറെ കാര്യമുണ്ട്. ഇവിടെ ചെറുകിട എണ്ണ കമ്പനികൾ ഈ രംഗത്ത് നിന്നും വിട്ടുപോവാണ്. അത് വിട്ടുകയെന്നല്ല, നിർബന്ധിച്ച് പിടിക്കുകയാണ്. പല രീതികളുണ്ട് പിടിച്ചിക്കാൻ പറ്റുന്നതെന്ന് പറഞ്ഞാൽ, ഒന്ന് അവർക്ക് വില കൊണ്ട് പിടിച്ചിരിക്കാൻ പറ്റില്ല, 2 പല നിയമങ്ങളും കർക്കശമാക്കുന്നുണ്ട്. ഒരു ഉദാഹരണം പറഞ്ഞാൽ, ഫുഡ് സേഫ്റ്റി ആൻഡ് സ്റ്റാൻഡേർഡ് അതോറിറ്റി ഓഫ് ഇന്ത്യയുടെ ആക്ടിൻ്റെ അകത്ത് അവർ പല കാര്യങ്ങളും ചെയ്യുമ്പോൾ എണ്ണ പ്രോസസ് ചെയ്യുന്നവർക്ക് ലബോറട്ടറി നിർബന്ധമാണ്, ഇൻഹൗസ് ലബോറട്ടറി വേണം. ഇപ്പോൾ ഏത് വെളിച്ചെണ്ണ കമ്പനിയും അല്ലെങ്കിൽ എണ്ണ കമ്പനിയും ഉൽപ്പാദനം നടത്തി കഴിഞ്ഞാൽ അവർക്കെന്ത് വേണം? ലബോറട്ടറി. ഒരു ലാബ്, ചെറിയൊരു ലാബ് വെക്കണമെങ്കിൽ 4-5 ലക്ഷം രൂപ വേണം. 2, ആ ലാബിലൊരു കെമിസ്റ്റ് വേണം, നിർബന്ധമാണ്. ശമ്പളം കൊടുത്തൊരു കെമിസ്റ്റിനെ വെക്കണം. ഇതിൻ്റെ അർത്ഥം, ഈ നിയമം നിർബന്ധമാക്കുമ്പോൾ എന്തുണ്ടാവും? ധാരാളം ചെറുകിടക്കാർ കഴിയില്ല, അവരത് അടിച്ചുപൂട്ടി തിരിച്ചു പോകും. രണ്ടാമത്, ഈ വെളിച്ചെണ്ണ കമ്പനിക്കാർക്ക് ഒക്കെ എല്ലാ വർഷവും കേന്ദ്ര ഗവൺമെൻറ്റിലേക്ക് അവരുടെ ക്വാണ്ടിറ്റി എത്ര പാക്ക് ചെയ്തൊന്നും ചെയ്തിട്ടില്ലെങ്കിൽ നിൽ റിപ്പോർട്ടും ഫീഡ് ചെയ്തിരിക്കണം, അയച്ചു കൊടുക്കണം ഓൺലൈനായിട്ട്. ഒരു ദിവസം അയച്ചു കൊടുക്കുന്നത് താമസിച്ചിട്ടുണ്ടെങ്കിൽ 100 രൂപ ഫൈനാണ്. അങ്ങനെ 65,000, 70,000, 1 ലക്ഷം രൂപ ഫൈൻ കൊടുത്ത് ചെറുകിടക്കാരെ എനിക്കറിയാം, അല്ലെങ്കിൽ ലൈസൻസ് റിന്യൂ ചെയ്യില്ല. അത് ശരി. ധാരാളം പേര്, ഇപ്പം എനിക്ക് എൻ്റെ ഓഫീസിൽ വന്നിട്ട് ധാരാളം പേര് ഇങ്ങനെ ഫൈൻ അടയ്ക്കാൻ വേണ്ടി പറഞ്ഞിട്ടുണ്ട്. വേറെ നിവൃത്തിയില്ല. അപ്പം ഇങ്ങനെ ഇതൊക്കെ ചെറുകിട കമ്പനിക്കാരെയാണ് ബാധിക്കുന്നത്. വൻകിട കമ്പനിക്കാരെ സംബന്ധിച്ചോളം അവനെന്താണ്, ലാഭ് വെക്കാം, കൂടുതൽ ക്വാണ്ടിറ്റി കെമിസ്ട്രി വെക്കാം, കൂടുതൽ ക്വാണ്ടിറ്റി കച്ചവടം ചെയ്യാം, അവർക്കത് പ്രശ്നമല്ല. അപ്പം അതിൻ്റെ അർത്ഥം വരുന്നത്, ഈ ഭക്ഷ്യ എണ്ണയുടെ രംഗത്തൊരു കുത്തകവൽക്കരണം ഏതാണ് നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇനി ഈ 2 എണ്ണ അല്ലാത്ത വേറെ എണ്ണ വരുന്നുണ്ടോ? പാം ഓയിലും ധാരാളം ഓയിൽസ് വേറെ ഉണ്ടല്ലോ. അല്ല, നമ്മൾ ഉപയോഗിക്കുന്ന മാർക്കറ്റിൽ കർഡ് ഓയിൽ എന്ന് പറഞ്ഞുകൊണ്ട്. ഏതാണ് കർഡ് ഓയിൽ? കരോള ഓയിലുണ്ട്, കനോല ഓയിൽ. എന്താണ് അതിൻ്റെ അതൊക്കെ ഓരോ വിത്തുകളാണ്. ഒന്നും അത്ര വ്യാപകമായിട്ടില്ല. ഇല്ല, പക്ഷേ ഇതൊക്കെ വിദേശത്തുനിന്ന് ധാരാളം ഓയിലുകൾ വരുന്നുണ്ട് വേറെ. ഏത് ഓയിലും ഭക്ഷ്യ ബേസ്ഡ് ആണെങ്കിൽ അത് നമുക്ക് എന്ത് ചെയ്യാം, എണ്ണയാക്കി മാറ്റാം. അതിൻ്റെ അകത്തുണ്ടാകുന്ന ചില വിഷാംശങ്ങളെ നമുക്ക് എന്ത് ചെയ്യാം, റിഫൈനിൽ കൂടെ പ്രോസസ്സിങ്ങിൽ കൂടി മാറ്റിയെടുക്കുകയും ചെയ്യാം. അപ്പോൾ ഇനിയും വേറെ കാര്യം പറയുന്നുണ്ട്. ഇവിടെ ഭക്ഷ്യ എണ്ണയുടെ കാര്യത്തിൽ നമ്മൾ പറയുമ്പോഴാണ്
നമ്മൾ വനസ്പതിയെ പറ്റി ആ ഓർക്കേണ്ടത്. ഇപ്പം വനസ്പതി എന്ന് പറയുന്നത് ആ ഭക്ഷ്യ എണ്ണ ഒരു എണ്ണ തന്നെയാണ്. പക്ഷെ ആ എണ്ണ നെയ്യാക്കി മാറ്റുകയാണ്, സസ്യ നെയ്യായി മാറ്റുകയാണ്. അതിന് ഹൈഡ്രോജനേഷൻ പ്രോസസ്സ് എന്ന് പറഞ്ഞൊരു പ്രോസസ്സ് വഴിയാണ്. ഹൈഡ്രോജനേഷൻ എന്ന് പറഞ്ഞാൽ ജലമെന്നാണ്. അതായത് ഭക്ഷ്യ എണ്ണയുടെ നേരത്തെ വെളിച്ചെണ്ണയായിരുന്നു ഏറ്റവും പ്രധാനമായിട്ട് ഉപയോഗിച്ചുകൊണ്ട് വെളിച്ചെണ്ണയുടെ മോളിക്കൂളിലേക്ക് ജലം ശക്തിയായിട്ട് പമ്പ് ചെയ്താൽ, ഞാൻ സിമ്പിളായിട്ട് പറയാം, പ്രോസസ്സ് കുറച്ചുകൂടെ കോംപ്ലിക്കേറ്റഡ്, ചിലർക്ക് അറിയാൻ വേണ്ടി പറയുകയാണ്. അതിനകത്ത് പമ്പ് ചെയ്ത് കഴിഞ്ഞാൽ ആ മോളിക്കൂളിൽ എന്ത് ചെയ്യും, ജലം നിറയുകയും എണ്ണ കട്ടിയായിട്ട് ഇരിക്കുകയും ചെയ്യും. അതാണ് വനസ്പതി. വലിയൊരു ബ്രാൻഡാണല്ലോ ഡാൽഡ. ഈ വനസ്പതി ഉണ്ടാക്കുന്ന പ്രോസസ്സിൽ സസ്യ നെയ്യായി മാറുന്നു. ഇപ്പം സാധാ നെയ്ക്ക് പകരം നമ്മൾ ഉപയോഗിക്കുന്നത് എന്താണ്, വനസ്പതി ഉപയോഗിക്കാം. പക്ഷേ നെയ്ക്കകത്ത് ഈ വനസ്പതി ചേർക്കും മായമായിട്ട്. പക്ഷെ നമ്മുടെ മറ്റേ ഒറിജിനൽ നെയ്യ് ചിലപ്പം 500-600 വരെ ഉള്ളപ്പോൾ ഇതിന് 100 വരെ ഉണ്ടാകത്തുള്ളൂ, 100-150-200 വരെ താഴെ ഉണ്ടാകത്തുള്ളൂ. അപ്പോൾ ഇത് അങ്ങോട്ട് ചേർക്കുന്നുണ്ട്. അത് ചേർക്കാതിരിക്കാൻ വേണ്ടി ഒരു നിബന്ധന ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു ഗവൺമെൻറ്. പക്ഷേ അതായത് സസ്യ എണ്ണ എന്ന് പറയുന്ന ഈ വനസ്പതി നിർമ്മിക്കുമ്പോൾ വനസ്പതിക്കകത്ത് 2% എള്ളെണ്ണ ചേർത്തിരിക്കണം. അപ്പോൾ എള്ളെണ്ണ ചേർക്കാതെ വനസ്പതി ഉണ്ടാക്കാൻ പാടില്ല എന്നുള്ളതാണ് നിയമം. അതെന്തിനു വേണ്ടിയാണ്? അതെന്ന് പറഞ്ഞാൽ എള്ളെണ്ണയ്ക്കകത്ത് സസമോൾ എന്ന കണ്ടന്റ് ഉണ്ട്. സസമോള എല്ലാ എണ്ണയിലുണ്ടല്ലോ. അല്ലല്ല, എള്ളെണ്ണയ്ക്കകത്തുള്ളതാണ് സസമോൾ. ഈ സസമോൾ ചേർന്ന വനസ്പതി നെയ്ക്കകത്ത് ചേർത്ത് കഴിഞ്ഞാൽ ആ നെയ്യ് എടുത്തിട്ട് ഫൾഫുറാൾ ആൽഡിഹൈഡ് എന്ന് പറയുന്ന ഒരു കെമിക്കലിലേക്ക് ഇടുമ്പോൾ, ലയിപ്പിക്കുമ്പോൾ അതിൻ്റെ അകത്ത് സസമോളിൻ്റെ അംശമില്ലെങ്കിൽ അതെന്തായി മാറും, ആ കളർ മാറത്തേയില്ല. എന്നാൽ സസമോൾ എന്ന് പറയുന്ന നല്ലെണ്ണ ചേർത്തിട്ടുണ്ടെങ്കിൽ അതിൻ്റെ കളറ് ഏതാണ്ട് പിങ്ക് കളറാക്കി മാറ്റും. അത് സസമോൾ ആൽഡിഹൈഡായി മാറും. ഈ ഫൾഫുറാൾ ആൽഡിഹൈഡിന് സസമോൾ ആൽഡിഹൈഡ്. അതെന്തിനു വേണ്ടിയാണ് ചേർക്കണമെന്ന് പറഞ്ഞ് നിർബന്ധമാക്കിയത്, നെയ്ക്കകത്ത് മായമുണ്ടോ ഇല്ലയോ എന്ന് കണ്ടുപിടിക്കാൻ വേണ്ടിയാണ്. നെയ്യിനെ കുറിച്ച് പറയുമ്പോൾ ഞാനൊക്കെ ചെറിയ കാലത്ത് നമ്മൾ വലിയ എനിക്ക് തോന്നുന്നത് പിന്നെ മേനകാ ഗാന്ധിയുടെ ആ ഒരു സുവർണ്ണ കാലഘട്ടം ഉണ്ടായിരുന്നു. അന്ന് പിന്നെ ഉത്തരേന്ത്യയിൽ തെരുവിൽ അലഞ്ഞു നടക്കുന്ന നായ്ക്കളെ പിടിച്ച് കൊല്ലുന്നതിനെതിരിൽ വലിയൊരു പ്രശ്നം ഉണ്ടായി, വലിയ വിവാദമൊക്കെ ഉണ്ടായി. അപ്പോൾ അന്ന് പറഞ്ഞു കേട്ടത് ഈ നെയ്യാണ്, ഈ മൃഗങ്ങളുടെ നെയ്യ്, നായ്ക്കളുടെയൊക്കെ നെയ്യാണ് നമ്മൾ പിന്നെ സാധാരണ ഈ നമ്മൾ വാങ്ങുന്ന നെയ്യിൽ ഉപയോഗിക്കേണ്ടെന്ന് ഒരു ആക്ഷേപം ഉണ്ടായിരുന്നു. എത്രത്തോളം യാഥാർത്ഥ്യമാണെന്ന് അറിയില്ല. ഇനിയിപ്പോൾ സാർ ആ രംഗത്ത് വർക്ക് ചെയ്തുകൊണ്ടും സാറിൻ്റെ മറുപടി 100% സത്യസന്ധമാണെന്ന് എനിക്ക് വിശ്വസിക്കാൻ കഴിയില്ല. എന്നാലും ചെറിയ തെറ്റിദ്ധാരണ തിരുത്താലോ. ഞാൻ പറയാൻ ഇങ്ങനെയുള്ള ആരോപണങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ഇതും എല്ലാതും ഇതിനപ്പുറത്തെ ആരോപണങ്ങളും ഉണ്ടായിട്ടുണ്ട്. ഇപ്പോഴേ പാല് കുടിക്കുന്നു എന്നുള്ളൊരു ആരോപണം ഉണ്ടായിരുന്നല്ലോ, വിഗ്രഹം. ആ സമയത്ത് 1996 ഗവൺമെൻറ് ഒരു ഓർഡർ ഇറക്കിയിരുന്നു ഞങ്ങൾക്കൊക്കെ വന്നൊരു ഓഫീസ് ഓർഡർ ഉണ്ടായിരുന്നു. അതിൻ്റെ അകത്ത് കൃത്രിമ പാലുണ്ടാക്കുന്നുണ്ടെന്നും ആ കൃത്രിമ പാലത്തിൻ്റെ ചേരുവകൾ ഇതൊക്കെയാണെന്നും ഈ ചേരുവകൾ വെച്ചാണ് കൃത്രിമ പാൽ ഉണ്ടാക്കുന്നതെന്നും ആയതിനാൽ ആ പാല് വരുന്ന നെയ്യ് മറ്റു നെയ്യുമായിട്ട് ചേർന്നുകൊണ്ട് ധാരാളം പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നുണ്ടെന്നും അത് ശ്രദ്ധിക്കണമെന്നും അതെങ്ങനെ കണ്ടുപിടിക്കണം എന്ന് പറഞ്ഞുകൊണ്ടാണ് ആ ഓർഡർ വന്നിരുന്നത്. അപ്പോൾ ലാഭത്തിന് വേണ്ടി പട്ടിയിറച്ചിയല്ല പന്നിയിറച്ചിയല്ല എന്ത് ഇറച്ചിയും കൊടുക്കാവുന്ന ആൾക്കാർക്ക് ഇതൊക്കെ നടക്കും. അപ്പോൾ അങ്ങനെ ഒരു സാധ്യത സാറ് തള്ളിക്കളയുന്നില്ല എന്നർത്ഥം. പക്ഷേ അതൊരു അതിൻ്റെ ഒതൻറ്റിസിറ്റി ഒന്നും നമ്മൾ വെരിഫൈ ചെയ്യാൻ പോയിട്ടില്ല. ഇല്ല നമ്മൾ അങ്ങോട്ട് കയറണ്ട. കാരണം ചിലതൊക്കെ അങ്ങനെയുള്ള ചില അതിർവരമ്പുകൾ ഉണ്ടാവും. അതിൻ്റെ അപ്പുറത്തേക്ക് നമ്മൾ പാളി നോക്കണ്ട. ഇവിടെ ഒരു കാര്യം പറയാനുള്ളത്, ഈ വനസ്പതി എന്ന് പറയുന്നത് ഏതാണ്ട് നിന്നുപോയി. കാരണം ഇപ്പോഴാണ് വനസ്പതി ഡേഞ്ചറസ് ആണ് എന്ന് ഗവൺമെൻറ്റിന് ബോധ്യമായതും പരീക്ഷണം കൂടി വനസ്പതിക്കകത്ത് ട്രാൻസ്ഫാറ്റ്, ഈ പ്രോസസ് ഹൈഡ്രോജനേഷൻ പ്രോസസ് കൊണ്ട് ട്രാൻസ്ഫാറ്റ് ഉണ്ടാക്കുന്നു. ഈ ട്രാൻസ്ഫാറ്റാണ് ക്യാൻസറിന് കാരണമാകുന്നതെന്നും കണ്ടുപിടിക്കപ്പെട്ടിട്ടുണ്ട്. ആയതിനാൽ വനസ്പതി നിരോധിക്കുന്ന അവസ്ഥയിലേക്ക് എത്തിയിട്ടുണ്ട്. ഏതാണ്ട് അത് കുറച്ചുകൊണ്ടേ ഇരിക്കുകയാണ്. ഇവിടെ തന്നെയാണ് വേറെ കാര്യം നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. വെജിറ്റബിൾ ഗീ,
എന്ന് പറയുന്ന ഫാറ്റ് സ്പ്രെഡ്. അതായത് നമ്മുടെ ബേക്കറി ഉൽപ്പന്നങ്ങളിൽ പ്രത്യേകിച്ച് നമ്മുടെ കേക്ക് ഉൽപ്പന്നങ്ങളിലൊക്കെ ഉപയോഗിക്കുന്ന ഫാറ്റുകളുണ്ട്. ഫാറ്റ് സ്പ്രെഡ് എന്ന് പറയും. ഈ ഫാറ്റ് സ്പ്രെഡ് ഇതുപോലെ ഉണ്ടാക്കി കൊണ്ടുവരുന്ന ഡീഹൈഡ്രോജനേഷൻ പ്രോസസ് കൂടി ഉണ്ടാക്കി വരുന്ന ഒരു ഉൽപ്പന്നമാണ്. ഇതാണ് ഇവിടുത്തെ ഐസ്ക്രീമിനകത്തേക്ക് ഉപയോഗിക്കപ്പെടുന്നത്. അപ്പോൾ ഐസ്ക്രീം എന്ന് പറയുന്നത് രണ്ടുണ്ട്. ശരിക്കും ഐസ്ക്രീം ഉണ്ട്, ഫ്രോസൺ ഡിസേർട്ട് ഉണ്ട്. ഫ്രോസൺ ഡിസേർട്ട് എന്ന് പറഞ്ഞാൽ വെജിറ്റബിൾ ബേസ്ഡ് ആണ്. അത് ഇങ്ങനെ വരുന്നൊരു ഫ്രോസൺ ഡിസേർട്ട്. അതിന് വില വളരെ കുറവാണ്. ഐസ്ക്രീം എന്ന് പറഞ്ഞത് മിൽക്ക് ബേസ്ഡ് ആണ്. അത് നമ്മൾ ഐസ്ക്രീം വാങ്ങുമ്പോൾ ഐസ്ക്രീം എന്ന് പറഞ്ഞാൽ ഒന്നിച്ച് വാങ്ങുമെങ്കിലും അതിൽ ചെറുതായിട്ട് എഴുതിയിട്ടുണ്ട് ഐസ്ക്രീം വേറെയാണ്, മറ്റ് ഫ്രോസൺ എന്തെങ്കിലും പറയാം, ഫ്രോസൺ ഡിസേർട്ട്. ഫ്രോസൺ ഡിസേർട്ട് ഒന്നിന് പാല് ചേർത്തുകൊണ്ട് ഉണ്ടാക്കുന്നതാണ്. അപ്പോൾ ഇതിൽ ബേക്കറി ഉൽപ്പന്നങ്ങളുടെ ഭാഗത്തേക്ക് പോകുമ്പോൾ ഉപയോഗിക്കപ്പെടുന്ന ഫാറ്റ് സ്പ്രെഡ് എന്ന് പറയുന്ന നെയ്യ്, അത് ഏതാനും കാലത്ത് കുറച്ചുകൂടെ കഴിഞ്ഞാൽ ഇനിയും നിരോധിക്കപ്പെടേണ്ടി വരും. കാരണം ഇത്തരം കാര്യങ്ങളാണ് കൂടുതലായിട്ട് ഭക്ഷ്യ രംഗത്ത് ഡേഞ്ചറസ് ആക്കി മാറ്റിക്കൊണ്ടിരിക്കുന്നത്. നെയ്യ് നമ്മൾ പാലിൽ നിന്നും ഒക്കെ ഉപയോഗിക്കുന്നതാണ്, അത് നമ്മൾ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നു. പക്ഷേ അമിതമായിട്ട് നെയ്യ് നമ്മൾ ഉപയോഗിക്കാൻ പാടില്ലല്ലോ. എല്ലാം ഒരു ലിമിറ്റ് ഉണ്ട്, മിതത്വം വേണം. അപ്പോൾ നമ്മൾ ഇന്നത്തെ ഈ എപ്പിസോഡ് ഇന്നിവിടെ അവസാനിക്കുകയാണ്. ഇനി നമുക്ക് ഇതുമായിട്ട് ബന്ധപ്പെട്ട് ഭക്ഷ്യ ഉൽപ്പന്നങ്ങളെ ബന്ധപ്പെട്ടിട്ട് തന്നെ ഒരുപാട് കാര്യങ്ങൾ ചർച്ച ചെയ്യാനുണ്ട്. അപ്പോൾ അദ്ദേഹം കുരുമുളകിനെ കുറിച്ച് പറഞ്ഞു. കുരുമുളക് നമ്മളൊക്കെ കണ്ട കറുത്ത കുരുമുളക് മാത്രമാണ്. ആ കുരുമുളകിൽ തന്നെ ഒരുപാട് സാധ്യതകൾ. എനിക്കൊന്നും വയനാട് പോലും കുരുമുളകെന്ന് പച്ച കുരുമുളക് കൊണ്ടൊരു അല്ലേ, കുരുമുളകെന്ന് പറഞ്ഞാൽ വലിയൊരു ലോകമാണ്. അപ്പോൾ കുരുമുളകുണ്ട്. നമ്മുടെ ഇങ്ങനത്തെ ഓരോ സാധനങ്ങളെക്കുറിച്ചും നമുക്ക് വിശദമായിട്ട്, അതുപോലെ എനിക്ക് അടുത്തൊരു എപ്പിസോഡിൽ തീർച്ചയായിട്ടും ഒരു സംശയ നിവാരണം വേണ്ടത് നമ്മൾ ഉപയോഗിക്കുന്ന ഭക്ഷണങ്ങൾ, പിന്നെ എന്താ പറയുക, നമ്മൾ ഇതിലൊക്കെ ടേസ്റ്റിന് ചേർക്കുന്ന അജിനമോട്ട വിഷമല്ല, അത് ഓർഗാനിക്കാണെന്ന് പറഞ്ഞിട്ട് ഇപ്പോൾ നാളെ ഡോക്ടർ അത് കണ്ടു. അപ്പോൾ ഇങ്ങനത്തെ കാര്യങ്ങളെക്കുറിച്ച് വളരെ വിശദമായിട്ട് നമ്മൾ അറിയാൻ ആഗ്രഹിക്കണം. നമുക്കറിയാത്ത വിഷയങ്ങളെക്കുറിച്ച് അധികം അടുത്ത എപ്പിസോഡിൽ നമുക്ക് തുടരും. അമീർ കുട്ടി സാറിൻ്റെ ലഭ്യത അനുസരിച്ച് നമ്മളിത് തുടർന്നുകൊണ്ടേയിരിക്കും.